ഹലോ ഒരുവൻ, വെൽക്കം ബാക്ക് ടു അടുത്ത റിവ്യൂ വീഡിയോ. അമ്മ ഞാൻ 10 മണിക്ക് സിനിമ ബുക്ക് ചെയ്ത് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. 10:02 ഞാൻ എണീറ്റത്. അയ്യോ എനിക്കറിയാം എന്താകുന്നത്. 10 ആയുള്ള കുഴപ്പമില്ല, എന്നാലും പോയി നോക്കാം. 10-15 പരസ്യമുണ്ടല്ല, ആ പരസ്യത്തിനെങ്കിലും അവിടെ സെറ്റായാൽ മതിയായിരുന്നു. അയ്യോ ഞാൻ വണ്ടി എടുക്കണം, ഞാൻ വണ്ടി തിയേറ്ററിൽ എത്തിയിട്ട് വരാം. ഉറങ്ങിപ്പോയി. അയ്യോ 10:19 ഇവിടുത്തെ ക്ലോക്ക് 10:10 കാണിക്കുള്ളൂ, പക്ഷെ എനിക്ക് 10:19 കാണിക്കുന്നത്. എന്നാലും ഞാൻ ഉറങ്ങിപ്പോയെന്നാണ് ഞാൻ പക്ഷെ ഇന്നലെ മൊത്തം ഞാൻ അതിനെ കാര്യം ഇന്നലത്തെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റായി കിടന്നതിന് 4-4:30 കണ്ടേ. മൊത്തത്തിൽ ഉറക്കത്തിൻ്റെ ഇതുണ്ടല്ലോ, അതാണ് സംഭവം. ഈശ്വര തുടങ്ങി കുറച്ചേ പോകത്തുള്ളായിരിക്കും, പക്ഷെ എനിക്ക് മെയിൻ പാട്ട് വല്ലതാണ് മിസ്സായി പോകണമെന്ന് ദൈവം തമ്മിൽ അറിയാം. അയ്യോ ബുക്ക് മൈ ഷോ എവിടെ? അമ്മേ അയ്യോ കണ്ണ് ചുവന്ന് പണ്ടാണെങ്കിരിക്കുന്നത്, അതാണ് കണ്ണട വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം ആൾക്കാർ മൊത്തം കാണും. ഞാനും എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. സ്ക്രീൻ 5 എന്ന് പറയുമ്പോൾ അപ്പുറത്താണ്. അമ്മേ ഓടിട്ട് തരുന്നില്ല. സ്ക്രീൻ 5 എത്തി. ഞാൻ രാത്രി കേട്ടത് വരാം. ഓടിക്കതച്ച് പണ്ടരടങ്ങി വന്നിട്ട് കണ്ട് എന്തായാലും ശരി ഞാൻ പറയട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് ഓടിപ്പോയെന്ന് അറിയാം. ഞാൻ എത്രയും പെട്ടെന്ന് ഓടി വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കാണാൻ കാര്യം വേറൊന്നുമല്ല. ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. പല സ്പോയിലറും പല തെണ്ടിത്തരങ്ങളും പല തെണ്ടികളും ഇപ്പം തന്നെ എടുത്തിട്ട് അവിടെയും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രിക്ക് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ പോകുന്നത്. അത് ഞാൻ ഞാൻ വേറെ തരാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒന്ന് കാണാൻ പറ്റിയ പടമല്ല. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് വരരുത്. നമ്മുടെ കൊച്ചിറക്കനെ കണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക്. ഇത് ഞാൻ പറയാം, ഞാൻ എന്തുകൊണ്ട് ഇത് പടം ഇത്ര അത്യാവശ്യമായിട്ട് ഒന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് കാണാൻ പറ്റിയ പടമല്ല. സീരിയസ് ഒറ്റയ്ക്ക് ഒന്ന് കാണരുത്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, ഒറ്റയ്ക്ക് വന്ന് കാണരുത്. നിങ്ങളൊരു കോർ ഓഫ് ഫ്രണ്ട്സ് ഗ്യാങ്ങായിട്ട് വന്ന് കാണുന്നത് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ ഒരു വൈബ് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും വൈബ് കിട്ടത്തില്ല. ഒറ്റയ്ക്കൊന്നും ചിരിക്കാനുണ്ട്, എന്താ പറയുക, ഒരു ലോജിക്കോ കാര്യങ്ങളോ നോക്കാണ്ട് വന്നിട്ട് കാണാൻ പറ്റിയ പടമാണ്. ഒരു ലോജിക്കും നോക്കരുത്, ഒന്നും നോക്കരുത്. ഇത് മറ്റേ വിജയ് ബാബു ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറേ മണ്ടന്മാർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളും ഇതൊന്നുമില്ല, ഒരു കാര്യത്തെ തേടിപ്പോകുന്ന സംഭവമാണ്. അങ്ങനെയാണ് ഇത്. ഒരു മണ്ടത്തരങ്ങൾ നിറഞ്ഞൊരു സിനിമ. ഫുൾ മണ്ടത്തരം വെച്ചാൽ ഫുൾ മണ്ടത്തരം. പക്ഷെ എന്നാൽ ചെറിയ സ്ഥലത്തൊക്കെ ചെറിയൊരു ലാഗുണ്ട്. അതെനിക്ക് എന്തുകൊണ്ടാണ്, എനിക്ക് ഇവിടെ വന്ന് കണ്ടുകൊണ്ടാണെന്ന് അറിയത്തില്ല. കുറേ മണ്ടത്തരം എന്ന് പറയുമ്പോൾ അയ്യോ മണ്ടത്തരത്തിൻ്റെ അയ്യര് കളി എന്ന് വെച്ചാൽ അയ്യര് കളി. പക്ഷേ ഇതിനകത്ത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് അധികം റോളും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അവർ കൂടെ നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും വലിയ റോളൊന്നുമില്ല. മെയിനായിട്ട് റോളുള്ളത് നമ്മുടെ സർവത്ത് ഷമീർ, സാത്താൻ സേവീർ, ബാക്കി ഉള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെയാണ് മെയിനായിട്ട് റോളുള്ളത്. അവരാണ് ലീഡ് ചെയ്യുന്ന ക്യാരക്ടർ. പക്ഷേ ഇതിനകത്തൊരു മറ്റേ ട്രെയിലറിൽ കാണിച്ചിട്ട് ഞങ്ങൾ വരത്തില്ലേ, ഒരു പെൺകുട്ടി, ഒരു ലേഡി മതാം വരുന്നില്ല. എന്നെ രസമാക്കാണ്, നല്ല ക്യൂട്ട്. ഇനി ഭയങ്കരമായിട്ട് ക്രഷായി. ഓക്കെ, പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടം കൊള്ളാം. നിങ്ങൾ ലോജിക്കിലാണ്ട് വന്ന് കാണണം. ഒരു ലോജിക്കോ കാര്യങ്ങൾ വെച്ച് ഒരിക്കലും വന്ന് കാണരുത്. ചുമ്മാ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. അതിലേക്ക് നിങ്ങൾ ചുമ്മാ ഒരു, ഞാൻ പറയട്ടെ, ആടത്തിന് അങ്ങനെയാണല്ലോ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു നിങ്ങൾ ലോജിക്ക് വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കാണുക. നിങ്ങൾ നല്ലൊരു ഒച്ചയുമ്പോഴൊക്കെ ഉള്ള തിയേറ്റർ കണ്ടുകഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക അഫക്റ്റ് ആകും എന്നതിനുപരി നല്ലൊരു ആസ്വദിക്കാൻ പറ്റും. എനിക്കും ഇത് കുറേ കോവിഡ് തമാശയൊക്കെ ഉണ്ടെന്ന്, എനിക്ക് ചിരിക്കാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പല ആൾക്കാരുടെ ഇൻട്രോ ഒക്കെ നമുക്ക് ഭയങ്കര കൈയിടിയുമ്പോഴും കൂലൊക്കെ ഇരുന്ന്. ടിസ്റ്റുകളുണ്ടോയെന്ന് വെച്ചാൽ ടിസ്റ്റുകളുണ്ട്, പല പല ടിസ്റ്റുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ടൈം ലൈൻ റിലേറ്റഡ് സംഭവമാണ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നത്. ചിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്ക് നോക്കാതിരുന്നെങ്കിൽ നമുക്ക് ചിരിക്കാൻ ഒരുപാടുണ്ട്. ഇത് ചെറിയ രീതിക്കൊരു എന്താ പറയുക, ഒരു ഇങ്ങനെ പറയാം, ഒരു ഡൗൺ ടു ഇതുണ്ടെങ്കിലും പക്ഷേ ഓവറോൾ കുഴപ്പമില്ല. നമ്മളങ്ങനെ ഇതാക്കി നോക്കരുതല്ലോ, ഒരു ഇതില്ലല്ലോ പടത്തിന്. എന്തൊക്കെയോ മൊത്തത്തിൽ മിക്സഡാണ്. പക്ഷേ എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടൊരു നെഗ് വന്നിട്ടുണ്ട്. എന്തോ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷേ എന്ത് പറയാൻ മാത്രം ഒന്നുമില്ല. ഒരു എന്താണ് പറയണത്, ഇത് എന്തോ പറയുമല്ല, എന്തൊക്കെയോ പറയും, എനിക്കൊന്നും കിട്ടണം. ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ഇപ്പോഴാണ് എൻ്റെ കിളിയെന്ന് നേരെ വന്നത്. പക്ഷേ നേരത്തെ എനിക്ക് വിശപ്പും ഉറക്കവും എല്ലാം കൊണ്ട് എനിക്കൊരു എന്തൊക്കെയാണ് പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മയില്ല. അത് അധികാര്യമായിട്ട് സംസാരിക്കാം.
ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇത് 3 കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കാരണം വലിയൊരു ഫ്ലോ കിട്ടുന്നില്ല. കോമഡി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി വലുതായിട്ടൊക്കെ ഉണ്ട്, ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, നന്നായിട്ടൊക്കെ ഉണ്ട്, അത് നല്ല രസമാണ് കാണാനൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം വെച്ചാൽ സണ്ണി വെയിൻ്റെ അഭിനയം എനിക്ക് വലുതായിട്ട് ഒരു ഗുമ്മ് തോന്നിയില്ല, ഒരു ഫ്ലോ ഇല്ല. എന്താ പറയുക, എന്തോ ഒരു സംതൃപ്തി കിട്ടാത്തൊരു ഫീലാണ് ഭയങ്കര സണ്ണി വെയിൻ്റെയൊക്കെ ഉള്ളത്. പിന്നെ പാപ്പൻ്റെ ഇൻട്രോ ആണെങ്കിൽ പോലും വലിയൊരു ഗുമ്മില്ലാത്തൊരു ഇൻട്രോ ആയിപ്പോയി. ചുമ്മാ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിലൊക്കെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇൻട്രോ, ഒരു നോർമൽ ഒരു പഞ്ചില്ലാത്തൊരു ഇൻട്രോ ആയിപ്പോയി, അങ്ങനത്തെ ഇൻട്രോ ആയിപ്പോയി. പിന്നെ സണ്ണി വെയിൻ്റെ ഇൻട്രോ ആണ് കലക്കിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സണ്ണി വെയിൻ്റെ ഇൻട്രോ ആണ് ഇഷ്ടപ്പെട്ടത്. നല്ല കിടിലൻ ഇൻട്രോ ആയിരുന്നു, വേറെ ലെവലായിരുന്നു. സർബത്ത് ഷമീറിൻ്റെ ഇൻട്രോ അടിപൊളിയായിരുന്നു. ഡൂഡിൻ്റെ ഒരു നോർമൽ ഇൻട്രോ പോലെ തന്നെയായിരുന്നു, പഴയ സെക്കൻഡ് പാർട്ട് പോലെ തന്നത്തെ ഒരു ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പീക്ക് ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ച് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും വിനായകനെന്ന് പറഞ്ഞുള്ളൂ. ഓമ്പോ വേറെ ലെവല്, വേറെ സ്കോർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വിനായകനാണെന്ന് തോന്നുന്നു. അമ്മാതിരി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്, നന്നായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്, നല്ല കിടിലിനായിട്ട് വേറെ ലെവലിൽ വെച്ചിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 3 ഇത് കാണിക്കുന്നതാണ് ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട് ചെറിയ ലാഗ് ഫീൽ ചെയ്താലും സെക്കൻഡ് പാർട്ട് വന്നപ്പോഴത്തേക്കും ക്ലൈമാക്സ് വന്നപ്പോഴത്തേക്കും ഒരുപാട് ചിരിക്കാനുള്ള എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറേ എനിക്ക് ചില സ്ഥലങ്ങളിൽ എനിക്ക് വല്ലാതെ ചിരിയൊന്നും വന്നൊന്നുമില്ല, എന്ത് പറ്റിയോ എന്തോ എനിക്ക് അറിയത്തില്ല. സാധാരണ ഞാൻ ചെറിയ കോമഡികളിൽ ചിരിക്കുന്ന ഞാനാണ്, എനിക്ക് ഫസ്റ്റ് പാർട്ട് വന്നപ്പോഴത്തേക്ക് അത്രക്കൊരു ഇത് വന്നില്ല. കാരണം കുറച്ച് സ്ഥലങ്ങൾ ഒരു എന്താ പറയുക 50% ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് വന്നിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടല്ലോ. ഫസ്റ്റ് പാർട്ടിനപ്പോൾ ഞാനത് പടം ലാഗായി പോകുമെന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും സംഭവിച്ചൊന്നുമില്ല. കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്, കുറേ ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നു, കുറേ മണ്ടത്തരങ്ങൾ നിറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇതിനെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞങ്ങൾ ഇത് ഒരു ആവറേജ് അത്രേ ഫീൽ ചെയ്യുന്നുള്ളൂ പടം. പിന്നെ നിങ്ങളിനി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കാണുമ്പോൾ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. എന്തൊക്കെയോ എനിക്ക് കിട്ടുന്നില്ല എനിക്കൊന്നും പറയാനായിട്ട്. വെച്ചാൽ നമ്മൾ അത്ര ഒരു ഓവർ ഇതായിട്ട് പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഒരു BGM ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ഫീൽ കിട്ടുന്നില്ല. BGM ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെക്കുന്നത്, പക്ഷേ ആൾക്കാർ ഇൻട്രോ വരുമ്പോഴത്തേക്കും വലിയൊരു ഇത് തോന്നുന്നില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ആരൊക്കെ ക്യാമിയോ ഉണ്ടെന്നുണ്ട്, അതൊന്നും ഇതിനകത്തൊന്നും കണ്ടോന്നില്ല. ഇനി അടുത്ത ഇതിലേക്കാണോ വരുന്നതെന്ന് അറിയത്തില്ല. ഇതിൻ്റെ അടുത്തൊരു പാർട്ടും കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് എന്താവുന്നൊന്നും അറിയത്തൊന്നുമില്ല. നിങ്ങളെന്തായാലും കാണണമെങ്കിൽ പോയി കാണാം, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പ്യൂർ എൻ്റർടൈൻമെൻറ്റ് കാണിച്ച് എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ അത് ഷാജി പാപ്പൻ്റെ ഹിസ്റ്ററി, അതായത് ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ, അതായത് കഴിഞ്ഞ കാലഘട്ടം കാണിക്കാൻ നേരത്തൊക്കെ ഷാജി പാപ്പൻ്റെ രാജാവായിട്ടാണ് നമ്മൾ വിചാരിക്കും ഭയങ്കര ഭയങ്കര ഇതായിട്ടുള്ള രാജാവൊക്കെ. പക്ഷേ മണ്ടത്തരം നിറഞ്ഞ രാജാവൊക്കെ തന്നെയാണ്. അതിന് ഫുള്ള് മണ്ടത്തരം സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ക്ലൈമാക്സിൽ അടുക്കുമ്പോഴത്തേക്കാണ് വേറെ ലെവൽ സംഭവമൊക്കെ വരുന്നത്. എനിക്കൊന്നും ഇത് എന്താ പറയുക, സെക്കൻഡ് ഹാഫിൻ്റെ അതേ രീതിക്ക് തന്നെ ഒരു ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ്. പഴയ കുപ്പി പുതിയ വീഞ്ഞ് എന്ന രീതിക്കാന്ന് തോന്നുന്നു, അങ്ങനെ കൊണ്ടുവന്നിരിക്കാൻ തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഇതാണെന്ന് കൊണ്ടുവന്നിരിക്കുക. വലിയൊരു എന്തൊക്കെ എനിക്കൊരു ഇത് കിട്ടുന്നില്ല. എനിക്കൊന്നും ഞാൻ ഒന്നുകൂടി ഞാൻ മറ്റേ നല്ലൊരു ആരോഗ്യമൊക്കെ വെച്ച് കണ്ട് ഞാൻ കുറച്ച് എറിക്കുമായിരിക്കും തോന്നുന്നത്. പക്ഷേ എന്നിരുന്നാലും ധർമ്മജനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് വരുന്നത് അങ്ങനത്തെ ഒരു തന്നെ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നി. ഒരു എന്താ പറയുക, കോമഡി എൻ്റർടൈനായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. ധർമ്മജൻ എന്നൊരു ഇതില്ല. പിന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു സിനിമാറ്റോ ഇതിൽ ഫീൽ ചെയ്തില്ലെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. കോമഡി മാത്രം ഇങ്ങനെ കുറേ കുത്തിക്കറ്റി വെച്ചുള്ള ഇതുണ്ട്. അങ്ങനെയൊക്കെ ഇതില്ല ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര ഹൈപ്പ് പ്രതീക്ഷിച്ച് പോയാലും അതിൻ്റെ രീതിക്കൊന്നും കിട്ടത്തൊന്നുമില്ല. ഒരു തേങ്ങയും കിട്ടൂല. എന്താണെന്നുള്ളതും കിട്ടത്തൊന്നുമില്ല. ഒരു തേങ്ങയും കിട്ടൂല. എന്തൊക്കെയോ എനിക്കൊരു ഇത് കിട്ടാത്ത പോലെ. പിന്നെ ഞാൻ ഉറക്കം വന്നിട്ട് പോയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കൊള്ളാം, കാണാനുള്ളത്. റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ റിപ്പീറ്റ് വാല്യൂവിൻ്റെ അതില്ല. ആട് 2ഉം 1ഉം ഒക്കെ വെച്ച് നമുക്ക് റിപ്പീറ്റ് വാല്യൂ ഒരുപാടുണ്ട്. പക്ഷേ ആട് 3 എനിക്ക് വലിയ റിപ്പീറ്റ് വാല്യൂ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഓരോ സീൻസൊക്കെ ഓർത്തെടുത്ത് ചിരിക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും അതിനകത്തില്ല. ഇനിയിപ്പം അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് ഇട്ടിരിക്കൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ കണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞൊരു റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ടൊരു ഒപ്പീനിയൻ നിങ്ങളും പറയാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കം.